വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ്. പുറത്തിറങ്ങി കുറച്ച് കറങ്ങിയിട്ട് വരികയാണെങ്കിൽ ആ ബോറിങ് അങ്ങ് മാറിക്കിട്ടും. യെസ്, പിങ്ക് ചപ്പൽ. ഏയ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സുഖം. നല്ല കാറ്റുണ്ട്. ചൂടൊക്കെ തുടങ്ങിയാലും പുറത്തിറങ്ങുമ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പം നല്ല സുഖമാണ്. ഫ്ലൈറ്റ് പോകണുണ്ടോ? അങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകണു. നല്ല കാറ്റ്, നല്ല സുഖം. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമാണ്. എന്നെ ജസ്റ്റ് ഇത്ര കഴിഞ്ഞിട്ട് കയറിയാൽ മതിയോ? അതിനാ നന്നായേക്കാന്ന് കരുതിയിട്ടുണ്ട് ജോലി. ഇപ്പം എന്നോട് പറയും അമ്മ ഫ്രണ്ട് ഇരുന്നോളാൻ. അല്ലേ ബാക്കിലേന്ന് അതിനെ അനങ്ങാൻ സമ്മതിക്കില്ല. ഇപ്പം എന്താണേലും പറയുന്നുണ്ട് ഫ്രണ്ട് ഇരുന്നോന്ന്. ആ കിട്ടുന്ന സമയത്ത് കയറിയിരിക്കുക തന്നെ. ഇവിടെ കാണാനില്ലല്ലോ. അവിടെ എന്തി ജസുടെ വാടാ. ജസു പിണങ്ങിയോ? ഇവിടെ എന്തി കാണുന്നില്ലല്ലോ. ഈ സൈഡിൽ വാ. അല്ലോ വൈപ്പർ ഇടുന്നില്ലെന്ന്. വൈപ്പർ ഇടുന്ന ജസ്റ്റിൽ ഭയങ്കര പേടിയാ. പേടിയൊന്നുമില്ല, ചുമ്മാ എന്തോ ഒരു ഇത്. അതുകൊണ്ട് വൈപ്പർ ഇടാൻ പറ്റാത്ത അവസ്ഥയിപ്പം. ജസ് നോക്കിയേ. ഹായ്. ഫിഷ് ആക്കിയോ? അവളെന്തോ ഫിഷ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്താന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി ഏകദേശം ഇരുട്ടൊക്കെ വീണ് തുടങ്ങി കേട്ടോ. പക്ഷേ ഈ സമയമാണ് ശരിക്കും കാണാൻ നല്ല ഭംഗി. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. ബാസ്മാളാണിത്. ജോലിനറിയാല്ലേ? ആ ജസ്റ്റിനും അറിയാം. ബാസ്മാൾ എത്തി. ഇത് കണ്ടില്ലേ? ടൈം ഇപ്പം എത്രയായി? 7:15. പക്ഷെ ഇരുട്ട് നന്നായിട്ടായിട്ടില്ല. പകൽ തന്നെയാണ്. രാത്രി ആവുന്നത് ലേറ്റായിട്ട്. രാവിലെ ആണെങ്കിലോ 4-5 മണിയാകുമ്പോഴത്തേക്കും നല്ല വെളിച്ചമാണ്. എവിടെ നോക്കിയാലും വെളിച്ച. ആ ഫ്ലാഗ് കണ്ടു. മൊത്തം ഫ്ലാഗ് ഉണ്ടല്ലേ? ആ മൊത്തം ഫ്ലാഗ് ഉണ്ട്. പറ ചൂടാ, പറ. എടുക്കണോ? ജോലി പറയും വണ്ടിയുടെ സ്ഥലം ഉണ്ടോ? വൈറ്റ് വണ്ടി എടുത്തു. നാളെ ഇവിടെ ലീവായതുകൊണ്ട് എല്ലായിടത്തും, അതായത് എന്താ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങിയേക്കുക. അതുകൊണ്ട് എല്ലായിടത്തും അതിന് തിരക്കായിരിക്കും. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല, അത്രയും തിരക്കാ. ഇതും എടുത്തു. ഇതുണ്ടല്ലോ ജസ്ലിനും ജോലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടാവാറുണ്ടേ. അവിടെ പോയി കൈയൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ കളിക്കുന്ന. ഇന്ന് എന്തു പറ്റിയോ അവിടെ വെള്ളം ഇല്ലായിരുന്നു. അതിൻ്റെ വിഷമമുണ്ട്. എന്നിട്ട് പിന്നെ ഇതാ ഓടി. അങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ആദ്യമേ തന്നെ കാണുന്നതിലെ ഇവിടെ വലിയൊരു വില്ല പ്രൊജക്റ്റ് പുതിയത് വരുന്നതിൻ്റെ കേട്ടോ. നമുക്ക് വേണമെങ്കിലും മേടിക്കാം കേട്ടോ. അതിൽ വില്ലയോ അതുപോലെ തന്നെ ഫ്ലാറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഒരിക്കൽ മേടിക്കാൻ പറ്റട്ടെ. നമുക്ക് ഡ്രീം ചെയ്യാം. സ്വപ്നങ്ങൾ കണ്ടാലല്ലേ വല്ലതൊക്കെ നടക്കുമെന്നല്ലേ പറയണേ. നമുക്ക് സ്വപ്നം കാണാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ നമുക്കും മേടിക്കാൻ പറ്റാം. ഒരിക്കൽ ഞാൻ മേടിച്ചിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. കണ്ടോ നല്ല രസമില്ലേ കാണാൻ? ഞാൻ ചുമ്മാ പറഞ്ഞ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ.
എന്താ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയതേ വണ്ടിയൊക്കെ വേറെ കണ്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയ വണ്ടി. എനിക്ക് ആ വണ്ടി ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കുഞ്ഞു വണ്ടി പക്ഷെ നൈസായിട്ടില്ലേ, അത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. മരങ്ങളൊക്കെ വെച്ച് വെക്കുന്നുണ്ടോ, സൂപ്പർ, നല്ലൊരു പ്രൊജക്റ്റാട്ടോ. എന്താണെങ്കിലും അത് കണ്ടപ്പോൾ തന്നെ കാണാനുണ്ട്. ഇപ്പോൾ ഫോണിൽ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് നമുക്ക് നേരിൽ കാണുമ്പോൾ തോന്നും. അത്രയും രസമുണ്ട്. അപ്പോൾ ഓൾറെഡി അത് ഫുൾഫില്ലായിട്ട് അതിൻ്റെ ഒറിജിനാലിറ്റി എന്തായിരിക്കും, ഇത് തന്നെ ഇത്രയും പവർ, അപ്പോൾ ഒറിജിനാലിറ്റി എന്തൊരു രസമായിരിക്കും അല്ലേ. ഇവിടെയുള്ള ഓരോ പ്രൊജക്റ്റുകളും ഇതുപോലെ കേട്ടോ, ഭയങ്കര മനോഹരമാണ് കാണാൻ. അതുപോലെ ലക്ഷങ്ങളും കോടികളും വേണം സ്വന്തമാക്കണമെങ്കിലും. കൊള്ളാം. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലാണ് ഫ്ലാറ്റും വില്ലയും എല്ലാം കൂടെ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക്, ഇതുപോലെ എല്ലാ സെറ്റപ്പും ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ കുറേ നേരം അതൊക്കെ നിന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. എനിക്കൊരു ബാഗ് മേടിക്കണമായിരുന്നു. ബാഗ് നോക്കാൻ വേണ്ടി പോയി. പക്ഷേ ബാഗൊക്കെ കുറച്ച് നോക്കി, ബാഗല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അത് തൂക്കാനുള്ള അതിൻ്റെ ഇത് ചിലതിൻ്റെ ബെൽറ്റ് പോലത്തേക്ക് ഒരുമാതിരി ഒരു എനിക്ക് ഉദ്ദേശിച്ച രീതിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. കുറേ തപ്പിയിട്ട് പിന്നെ ഇങ്ങ് പോന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ രഞ്ജിത്തിന് ഐ ടെസ്റ്റ് ചെയ്യണം, ലൈസൻസിൻ്റെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ റിന്യൂവലിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ രഞ്ജിത്ത് അതിന് വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഇവർക്കൊരു ചെരുപ്പ് എടുക്കണമായിരുന്നേ. അപ്പോൾ ചെരുപ്പൊക്കെ നോക്കി 2 പേർക്കും ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ ചെരുപ്പുണ്ട്, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. കുറേയൊക്കെ എടുത്ത് നോക്കി. പിന്നെ കാരിഫോറിലോട്ടൂടെ പോയി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് രാത്രിയായി. ഇപ്പം തന്നെ സമയം 10 മണിയായി. ഇനി നേരെ വീട്ടിലോട്ട് വിട്ട് പിടിക്കുക, അത്രയേ ഉള്ളൂ. ഒരാശ്വാസമായി. പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് കുറച്ച് നടന്ന് കുറച്ച് പൈസയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു മനസ്സമാധാനം, നല്ലൊരു സന്തോഷം. എന്നിട്ടിതാ നേരെ വീട്ടിലോട്ട് പോവാണ്. മടുത്തു, ഇനി ചെന്നിട്ടൊന്ന് ഉറങ്ങിയാൽ മതി എന്നേ ഉള്ളൂ. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നില്ല, എൻ്റെ ശബ്ദത്തിൽ തന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അതാണ് സംഭവം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.